അപ്പോൾ അന്ന് ഞാൻ തോക്ക് കൊടുത്തിട്ട് പോയി ഈ കുട്ടികളെ നടന്നു പോകുന്ന കുട്ടികളെ മുഴുവൻ സ്കൂളിൽ കൊണ്ടാക്കുകയും കാർഷിക വൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞ ആൾക്കാരെ തിരിച്ച് കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടും കൂടിയാണ് ഞങ്ങളിങ്ങനെ കർഷക രക്ഷാസേന എന്ന ഞങ്ങളൊക്കെ ഒത്തിരി പാടുപെട്ടിട്ടാണ് ഈ ലൈസൻസൊക്കെ സംഘടിപ്പിച്ചത്. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ച് കാലമോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേരളം കുറേ വൃദ്ധന്മാരുടെ മാത്രം അവശേഷിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുമെന്നുള്ള കാര്യം. കാട്ടുപന്നിയും മറ്റ് വന്യമൃഗങ്ങളും മൂലം കാർഷിക രംഗം കൂപ്പുകുത്തിയ സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ കർഷകർ ഒടുവിൽ തോക്കെടുത്തു. കണ്ണൂർ ജില്ലയിലെ നടുവിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏരുവേശി, ഉദയഗിരി, ആലക്കോട്, ചപ്പാരപ്പടവ്, ചങ്ങളായി എന്നീ പഞ്ചായത്തുകളിലെ 19 കർഷകരാണ് നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയോടെ കാട്ടുപന്നികൾക്കെതിരെ തോക്കെടുത്തത്. എല്ലാ കൃഷികളും കാട്ടുപന്നികളുടെ കൂട്ടായ ആക്രമം മൂലം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. മലയോര മേഖലകളിൽ നിന്നും പന്നികൾ നഗരമധ്യത്തിലേക്ക് വരെ ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഇതോടെയാണ് ലൈസൻസ് എടുത്ത് ആവശ്യമായ പരിശീലനവും നേടി പന്നികളെ വേട്ടയാടാൻ ഇറങ്ങിയതെന്ന് കർഷകർ പറയുന്നു. ഈ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷിയായിട്ട് ആശ്രയിക്കുന്നത് റബ്ബറിനെയാണ്. റബ്ബർ ടാപ്പിംഗ് ചെയ്യുക എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ 3 മണി മുതൽ പുലർച്ചെ 7 മണി വരെയുള്ള സമയത്താണ് സാധാരണയായി റബ്ബർ ടാപ്പ് ചെയ്യുന്നത്. ആ സമയത്ത് റബ്ബർ ടാപ്പ് ചെയ്താൽ മാത്രമേ കൂടുതൽ പാൽ ഉൽപ്പാദനം ലഭിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ ഈ കാട്ടുപന്നി ശല്യം മൂലം പല ആൾക്കാരെയും ടാപ്പ് ചെയ്യുന്ന ആൾക്കാരെ പലരെയും കാട്ടുപന്നി ഉപദ്രവിക്കുകയും മാരകമായ അപകടം സംഭവിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് രാത്രി കാലങ്ങളിൽ റബ്ബർ ടാപ്പ് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് പല തോട്ടങ്ങളും റബ്ബർ ടാപ്പ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ളത്. ഒരു ടാപ്പിംഗുകാരും ഈ രംഗത്തേക്ക് കടന്നു വരുന്നുമില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ചുറ്റുവട്ടത്ത് പന്നിശല്യം കാരണം രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ആക്രമിക്കാന്ന് കുട്ടികൾ കണ്ട് പേടിച്ച് കാറി ഓടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അന്ന് ഞാൻ തോക്ക് കൊടുത്തിട്ട് പോയി ഈ കുട്ടികളെ നടന്നു പോകുന്ന കുട്ടികളെ മുഴുവൻ സ്കൂളിൽ കൊണ്ടാക്കുകയും അതിനവർക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് സ്കൂൾ കുട്ടികൾക്ക് ഭയങ്കര ഭീഷണിയാണ്. പകലിറങ്ങി നടക്കുന്ന പന്നികൾ ചെറിയ കുട്ടികളുണ്ട്, LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് വരെ, നടന്നു പോകുന്ന കുട്ടികൾക്ക് വരെ ഭയങ്കര ഭീഷണിയാണ്. ഈ തോക്ക് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് പല സാഹചര്യത്തിലും പന്നി ഓടിച്ചിട്ട് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി പല സമയത്തും മരത്തേലൊക്കെ കയറിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോഴും ടാപ്പിങ്ങിനൊക്കെ പോകുമ്പം നമ്മൾ തോക്കുമൊക്കെ ആയിട്ടാണ് പോകുന്നത്. പല സാഹചര്യത്തിലും അടുത്തുള്ളവരൊക്കെ പന്നി ഓടിച്ചിട്ടും ഒക്കെ പല സമയത്തിലും നമ്മളെ വിളിക്കുകയും നമ്മൾ അവിടെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തോക്കുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് പോകാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിക്ക കൃഷിക്കാരനും തോക്കില്ലാതെ പറമ്പിലിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. കഴിഞ്ഞ കൊല്ലം കാട്ടുപന്നി എന്നെ ആക്രമിക്കുകയും എനിക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിള്ളേരെയും കൊണ്ടും ഒക്കെ പുറത്തിറങ്ങാനും നമ്മുടെ കൃഷിയിടത്തിലേക്ക് പാലെടുക്കാൻ വേണ്ടി കുടുംബത്തോടൊപ്പം പോകുമ്പോഴും അവർക്ക് നേരെയൊക്കെ ഈ കാട്ടുപന്നികൾ പാഞ്ഞെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു കുറച്ച് റബ്ബറേ ഉള്ളൂ. ബാക്കി ഒരു 2 ഏക്കർ സ്ഥലത്ത് 3 ഏക്കർ സ്ഥലത്ത് കശുമാവും തെങ്ങും കമുകും വാഴയൊക്കെയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ കിഴങ്ങ് വിളകളുണ്ട്, അതും കൃഷി ചെയ്യുന്നുണ്ട്. കപ്പയും ചേനയും കാച്ചിലൊക്കെ. പക്ഷേ കപ്പയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചൂട് പോലും നമുക്ക് പറിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ തോക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം കുറച്ച് ആശ്വാസമുണ്ട്. തോക്ക് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് ഒരു ചൂട് കപ്പ പോലും നമുക്ക് പറിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമുക്ക് ഈ കർഷകരുടെ ചുറ്റുമുള്ള പറമ്പിൽ നമുക്കൊരു തോക്ക് ലൈസൻസ് കിട്ടി കഴിയുമ്പോൾ ചുറ്റുമുള്ള പറമ്പിൽ കൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്കും കുറച്ചുകൂടെ സേഫായി. നമ്മൾ വെയിൽ കിട്ടി കഴിഞ്ഞാൽ പോലും ഈ കപ്പ ഒന്നും വെച്ചേക്കല്ല പന്നി. കപ്പയും ചേമ്പൊക്കെ എന്നിട്ടുണ്ട് ഒരു രക്ഷയില്ല. നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട അവസ്ഥയിലായിരുന്നു ഫുള്ള്. ഇപ്പോൾ എല്ലായിടത്തും പന്നിശല്യം രൂക്ഷമായിട്ട് ഇപ്പോൾ നമുക്ക് കപ്പയും ചേമ്പും ഒന്നും കഴിക്കാനേ കിട്ടുന്നില്ല. അത്രയ്ക്ക് മോശമാണ് അവസ്ഥ. വന്യമൃഗ ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ കൃഷി മാത്രം ഉപജീവനമായി സ്വീകരിക്കുന്ന ഈ ആൾക്കാർ കാർഷിക മേഖലയിൽ നിന്ന് പിന്തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും കൂടുതൽ മലയോര മേഖലയായ ഈ നടുവിൽ പഞ്ചായത്തിൽ ഈ കാട്ടുപന്നി ശല്യം മൂലം നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത് കപ്പ, ചേമ്പ്, ചേന, വാഴ, നെല്ല് അങ്ങനെയുള്ള കൃഷികൾ ചെയ്തും അത് ഭക്ഷിച്ചുമാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ യാതൊരുവിധ കൃഷികളും കാട്ടുപന്നി പൂർണ്ണമായിട്ട് നശിപ്പിച്ചതുകൊണ്ട്
ആൾക്കാർ മുഴുവനും, കർഷകരായിട്ടുള്ള ആൾക്കാർ മുഴുവനും കാർഷിക മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുക എന്ന സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ പച്ചക്കറികളായാലും വാഴയായാലും ടാപ്പ് ചെയ്യുന്നവരാണെങ്കിലും രാത്രി കാലങ്ങളിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്നതിന് പോലും പന്നിയുടെ ഭീഷണി കാരണം പല തോട്ടങ്ങളും ടാപ്പ് ചെയ്യാൻ പറ്റാതെ ഉപേക്ഷിച്ചിട്ടിരിക്കുക എന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും കാർഷിക മേഖലയിലെ എല്ലാ വിഭവങ്ങൾക്കും വില തകർച്ച മൂലം കാർഷിക വൃത്തി ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ എല്ലാ വിളകളും കാട്ടുപന്നിയുടെ ശല്യം മൂലം നശിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് സ്വയം കൃഷി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജില്ലാ കലക്ടർ ഞങ്ങൾക്ക് തോക്കിന് ലൈസൻസ് അനുവദിച്ച് തന്നിട്ടുള്ളത്. കൃഷി നശിപ്പിക്കുന്ന പന്നികളെ വേട്ടയാടാൻ തോക്ക് സംഘടിപ്പിക്കാനും അതിനാവശ്യമായ ലൈസൻസ് എടുക്കാനും ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു. എന്നിട്ടും കാർഷിക വൃത്തി തിരികെ പിടിക്കാനും സ്വന്തം മണ്ണിൽ തന്നെ സ്വർണം വിളയിക്കാനും നമ്മുടെ നാടൊരു വൃദ്ധസദനമായി മാറാതിരിക്കാനും ഭാവി തലമുറയെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താനും വേണ്ടിയാണ് ഈ കഷ്ടപ്പാടുകളെല്ലാം നേരിടുന്നതെന്നാണ് കർഷകരുടെ വാക്കുകൾ. തളിപ്പറമ്പ് താലൂക്കിൽ കൃഷി സംരക്ഷണത്തിന് വേണ്ടി തോക്ക് ലൈസൻസ് ഉള്ളവരുടെ ഒരു ലിസ്റ്റ് തഹസിൽദാരോട് വിവരാവകാശം വെച്ച് ആവശ്യപ്പെടുകയും അങ്ങനെ തളിപ്പറമ്പ് താലൂക്കിൽ ലൈസൻസുള്ള തോക്കുകാരുടെ മുഴുവൻ ലിസ്റ്റ് കിട്ടുകയും ഒരു പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരെയും, ഒരു പ്രദേശം എന്ന് പറയുന്നത് 5 or 6 പഞ്ചായത്തുകളിൽ നേരത്തെ പറഞ്ഞതുമാതിരി ഉദയഗിരി, ആലക്കോട്, ചപ്പാരപ്പടവ്, ചെറുതാഴം, ഏരിവേശി, നടുവിൽ തുടങ്ങിയ പഞ്ചായത്തുകളിൽ ലൈസൻസുള്ള തോക്കുകാരെ ഒന്ന് ഫോൺ വിളിച്ച് അവരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവരെല്ലാം ഒരേ മനസ്സോടെ കർഷകർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുവാൻ വേണ്ടി കാട്ടുപന്നിയെ വെടിവെച്ച് നശിപ്പിക്കാൻ സർക്കാർ ഉത്തരവ് പ്രകാരം നിയമാനുസൃതമായ രീതിയിൽ വെടിവെച്ച് കൊന്ന് അതിനെ മറവ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇങ്ങനൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. കൃഷി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ്റെ ഒരു അവകാശമാണ്. സാധാരണ കൃഷിക്കാരനൊന്നും ഒരു തോക്ക് ലൈസൻസിന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊക്കെ ഒത്തിരി പാടുപെട്ടിട്ടാണ് ഈ ലൈസൻസൊക്കെ സംഘടിപ്പിച്ചത്. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ കൃഷി സംരക്ഷിക്കണമെങ്കിൽ സാധാരണ കൃഷിക്കാരന് ഒരു തോക്കില്ലാതെ പറമ്പിൽ ഇറങ്ങാനോ കൃഷി ചെയ്യാനോ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. സാധാരണ കൃഷിക്കാരനെല്ലാം സർക്കാർ മുൻകൈ എടുത്ത് തോക്ക് ലൈസൻസ് തരണമെന്നാണ് നമ്മളെപ്പോലുള്ള കൃഷിക്കാരൻ്റെ ഒരു ആവശ്യം. കാട്ടുപന്നിനെ വെടിവെക്കാൻ ഉപയോഗിക്കുന്ന തോക്ക് തെരത്തോക്കാണ്. ഇപ്പം തെരത്തോക്കാണ് കിട്ടുന്നത് കൂടുതലും എല്ലാവരും ഉപയോഗിക്കുന്നത്. കാര്യം എളുപ്പം ഉപയോഗിക്കാൻ സൗകര്യം, അതാണ്, സേഫാണ്. ഇത് ഡബിൾ ബാരലാണ്. ഇതിനകത്ത് 2 തിരയിടാം. അതായത് ഒരു പന്നി വന്നിട്ടുണ്ടെങ്കിൽ ഒരു വെടി വെച്ചിട്ട് ഉടനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് അന്നേരം തന്നെ വെടിവെക്കാം. ഡബിൾ ബാരൽ. ഈ ഡബിൾ ബാരൽ തോക്ക് ഇതിപ്പം ഇന്ത്യൻ്റെ തോക്കുകളുണ്ട്, വിദേശ തോക്കുകളുണ്ട്. അപ്പം നമ്മളത് പൈസ മുടക്കി മേടിക്കുന്ന അനുസരിച്ചിട്ടാണ്. ഓരോന്നിനും നല്ല വിലയുള്ള തോക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല വിലയുള്ള തോക്കുകളാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തോക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഗോവയിലുള്ള യാഷ് ഷൂട്ടിംഗ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിൽ പോയി 5 ദിവസത്തെ ട്രെയിനിങ് ഞങ്ങളവിടെ കൂടുകയും ഈ തോക്ക് ഉപയോഗിക്കാനുള്ള പരിശീലനം ഞങ്ങൾ നേടുകയും ചെയ്തു. കാട്ടുപന്നി മാത്രമല്ല, മുള്ളം പന്നി, അതുപോലെ കുരങ്ങ്, മയിൽ, ആന, ഇങ്ങനെ തുടങ്ങിയ എല്ലാ വന്യജീവികളും കൃഷി സ്ഥലങ്ങളിൽ വന്ന് കൃഷി നശിപ്പിക്കുകയാണ്. കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള ഈ നിയമം വന്നതോടുകൂടി നമ്മളെപ്പോലെ കൃഷി ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരുടെ ആ വിഷമം, ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നടുവിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 19 അംഗ തോക്ക് ലൈസൻസുള്ള ആൾക്കാരെ ഒന്നിച്ചുകൂട്ടി കർഷക രക്ഷാസേന എന്ന പേരിൽ ഞങ്ങളിങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും കർഷക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാർഷിക വൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞ ആൾക്കാരെ തിരിച്ച് കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടും കൂടിയാണ് ഞങ്ങളിങ്ങനെ കർഷക രക്ഷാസേന എന്ന ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും നടുവിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏരിവേശി പഞ്ചായത്ത്, ഉദയഗിരി പഞ്ചായത്ത്, ആലക്കോട് പഞ്ചായത്ത്, ചപ്പാരപ്പട പഞ്ചായത്ത് തുടങ്ങിയ, അതുപോലെ ചെങ്ങളായി പഞ്ചായത്ത് തുടങ്ങിയ എല്ലാ പഞ്ചായത്തുകളിലും കൃഷി നശിപ്പിക്കുന്നതിനെ വെടിവെച്ച് കൊല്ലാനും അങ്ങനെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നേടുവാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ ഈ 19 അംഗ കർഷക രക്ഷാസേന എന്ന സംഘങ്ങൾക്ക് പഞ്ചായത്തിൽ ഞങ്ങളെ വിളിച്ചുകൂട്ടി ഇതിനെക്കുറിച്ചുള്ള വിശദമായ വന്യമൃഗ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള അവബോധം നൽകുകയും അതിനുശേഷമാണ് ഈ കൂട്ടായ്മ ഈ കാട്ടുപന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സംരംഭത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്.
വന്യജീവികളിൽ ഏറ്റവും അപകടം പിടിച്ച ജീവികളിൽപ്പെട്ടതാണ് കാട്ടുപന്നി. കാട്ടുപന്നിനെ നായാട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് വളരെ പല പ്രാവശ്യവും, അതായത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് നമ്മൾ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ളത്. രാവിലെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 6-7 മണിയായി കഴിയുമ്പോഴാണ് തിരിച്ച് വീട്ടിലെത്താൻ കഴിയുന്നത്. നായാട്ട് പട്ടികളെ ഉപയോഗിച്ചിട്ട് കാട് കയറി കാട്ടിൽ നിന്ന് കാട്ടുപന്നിയെ തുരത്തി പുറത്ത് ചാടിച്ചിട്ടാണ് സാധാരണ വെടിവെക്കാറുള്ളത്. ഇതിനെ പരിശീലനം കിട്ടിയ ഈ നായാട്ട് നായ്ക്കളെ ഞങ്ങൾ പാലക്കാട് നിന്ന് പ്രത്യേകമായി കൊണ്ടുവന്ന് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന നായ്ക്കളാണിത്. കൃഷി സ്ഥലത്ത് വന്ന് കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ പോലെ തന്നെ കുരങ്ങിനെയും മുള്ളംപന്നീനെയും വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ തോക്ക് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ 3 മാസക്കാലത്ത് നമ്മൾ ചെയ്യുന്ന മുഴുവൻ കൃഷികളും നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ കാര്യം മനസ്സിലാക്കി വനം വകുപ്പോ അല്ലെങ്കിൽ സർക്കാരോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ അതിന് തയ്യാറായി ഈ തോക്ക് സ്വന്തം കയ്യിൽ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇന്നത്തെ തലമുറ കൃഷിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും മടിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് എങ്ങനെയെങ്കിലും ഒരു +2 വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് എല്ലാ കുട്ടികളും, അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുക ചെയ്യുന്നത്. കാർഷിക മേഖല ഉപേക്ഷിച്ച് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേരളം കുറേ വൃദ്ധന്മാരുടെ മാത്രം അവശേഷിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും കാർഷിക മേഖല ഒരു പുനരുദ്ധരിക്കണമെന്നുള്ള ഒരാഗ്രഹവും, ഞങ്ങൾ പരമ്പരാഗത കൃഷിക്കാരായതുകൊണ്ട് ഇതിൽ നിന്ന് വിട്ടുമാറാനുള്ളൊരു വിഷമമുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്.